മോർണിംഗ്. ഉറക്കം വരുന്നുണ്ട്. ഇപ്പം സമയം 5 മണി. ഞങ്ങളൊരു 4:30 അപ്പോൾ എണീറ്റു. ഇവിടെ എത്ര 13 ഡിഗ്രിയാണ് ഇപ്പം തണുപ്പ്. പക്ഷെ റൂമിനകത്ത് അത്യാവശ്യം അത്ര തണുപ്പൊന്നുമില്ല. നമുക്ക് എന്നാ സഹിക്കാൻ പറ്റുന്നതൊക്കെ ഉള്ളതാണ്. ഞാൻ സ്ലീവ്ലെസ് ഒക്കെ ഇട്ടേക്കുന്നത്. പക്ഷെ പുറത്ത് 13 ഡിഗ്രിയാണ്. ഇന്നലെ ഞങ്ങൾ ഇവിടെ മെഡിഗിരി തന്നെയുള്ള ഒരു ചെറിയ ഹോം സ്റ്റേ ആണ് എടുത്തത്. അധികം വലിയ ആഡംബരങ്ങളൊന്നുമില്ല. ഒരു സാധാ കട്ടിലും ഒരു ഡൈനിങ് ടേബിൾ പോലത്തെ 2 കസേര ഇട്ടിട്ടുള്ള ഇത്, പിന്നെ ഒരു ചെറിയൊരു ടേബിൾ ഇവിടെ ഉണ്ട്, ബാത്റൂമും ഉണ്ട്. പക്ഷെ നല്ല നീറ്റൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങളിത് 1000 രൂപയായിരുന്നു. ഇപ്പോൾ പീക്ക് സീസൺ അല്ലേ, അപ്പം 1000 റുപ്പീസാണ് അവർ ചോദിച്ചത്. അതുകൊണ്ട് ഞങ്ങളത് കൊടുത്തു. ഇവിടെ എല്ലായിടത്തും തന്നെ 1000 എബോ ആണ്. ഞങ്ങൾ ജസ്റ്റ് ആവറേജ് നോക്കി, എല്ലായിടത്തും 1000 എബോ ആണ് കാണിക്കുന്നത്. 1200 ചോദിച്ചു. അത് ഓഫ് കോഴ്സ് അവർ ചോദിക്കും. പിന്നെ ഞങ്ങൾ 1000-ൽ ഒപ്പിച്ചു. നല്ല നീറ്റാണ്. അതുകൊണ്ട് ഇന്ന് ഒരു 5-6 മണിക്കൂറത്തെ ഉറക്കത്തിന് മാത്രമാണ് ഞങ്ങൾ ഈ റൂം എടുത്തത്. ഇനി അടുത്ത് മണ്ടിൽപേട്ട് പീക്ക് പോയിട്ട് സൺറൈസ് കാണാനാണ് ഞങ്ങളുടെ തീരുമാനം. അതെ, പക്ഷെ അവിടുത്തെ ആൾക്കാര്, അവിടുത്തെ ഡ്രൈവേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ഇത് എങ്ങനെയായിരിക്കും ഒന്നും അറിയത്തില്ല. നോക്കട്ടെ. അപ്പൊ ഇനി സൺറൈസ് ബ്രേക്ക്ഫാസ്റ്റ്. അതുകൊണ്ടൊരു പഴമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. പഴം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പഴമാണ്. അപ്പം അതെല്ലാം കഴിച്ച് ഞങ്ങൾ മണ്ടിൽപേട്ട് പീക്ക് പോയിന്റിൽ എത്തിയിട്ട് അവിടുത്തെ വ്യൂസ് കാണിക്കുന്നതായിരിക്കും. ഒരു വണ്ടി. ഈ കേക്കൊക്കെ എങ്ങനെയാണ്? ടാറ്റാ പവർ. അതെ, ടാറ്റാ പവർ. അൾട്രോസ്. ടാറ്റാന്റെ അൾട്രോസ് ഓഫ് റോഡ് കയറുക. പുല്ല് പോലെ കയറുന്നേ. അതെ. ഇവിടെ ഇവിടെ 6 മണിക്ക് ഗേറ്റ് ഓപ്പൺ ആക്കൂ. ഞങ്ങൾ മണ്ടൽപ്പെട്ടി ഗേറ്റിൽ എത്തി നിൽക്കുകയാണ്. അതെ. ഓ ഗോഡ്, സോറി, ഞങ്ങൾ വീണ്ടും വന്നു. ഇവിടെ ഇപ്പോ ഞാൻ ചോദിച്ചപ്പോ 50 രൂപ എൻട്രി ഫീസ് ഇവിടെ ഉണ്ട്, മുകളിലും ഉണ്ടെന്നൊക്കെയാണ് ഇവര് പറഞ്ഞത്. അപ്പൊ ജീപ്പുകൾ ഇപ്പം വരിയായിട്ട് നിർത്തിയിട്ടിട്ടുണ്ട്. 6 മണിയാകുമ്പോ ഇവിടുന്ന് അകത്തോട്ട് കടത്തി വിടുള്ളൂ. ഇനി ഇവിടുന്ന് ഒരു 3 കിലോമീറ്ററാ കാണിക്കുന്നത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ആദ്യം വന്നതാണ്. ഞങ്ങൾ മുമ്പിൽ ഒരു 5-6 ജീപ്പ് കിടക്കുന്നുണ്ട്. അതും എത്ര കിലോമീറ്റർ കണ്ടിട്ടാ? ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ 21 കിലോമീറ്റർ ഉണ്ടായി. ഇപ്പൊ ഇതിന് 3 കിലോമീറ്റർ അല്ല, 18 കിലോമീറ്റർ താണ്ടി ഞങ്ങളിവിടെ വന്നു. അപ്പോഴേക്കും 7 വണ്ടി എന്തോ മുമ്പിലുണ്ട്, പുറകിലും വന്ന് നിൽക്കാൻ തുടങ്ങി. കാരണം ഇവിടം വരെ ഓൺ വണ്ടി കയറും കേട്ടോ. പ്രൈവറ്റ് വണ്ടി ഗേറ്റ് വരെ കുറച്ച് റോഡ് മറ്റെന്താ പറയാ മോശമാണ്, കുന്നുണ്ട്. ടാർ ചെയ്തത് പൊട്ടിപ്പൊളഞ്ഞതെന്നുള്ള പ്രശ്നമേ ഉള്ളൂ. എനിക്കൊന്ന് മുന്നോട്ടേക്ക് ഇനി 3 കിലോമീറ്റർ ആണ് കംപ്ലീറ്റ് ഓഫ് റോഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരം വന്നത് ടാർ ഇട്ടത് പൊട്ടിപ്പൊളിഞ്ഞ ഓഫ് റോഡ് ആയിരുന്നു. ഇനിയുള്ളതാണ് ഓഫ് റോഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ എക്സ്പീരിയൻസ്ഡ് അല്ലാത്തത് കൊണ്ടും. അപ്പൊ ഇന്നലത്തെ അയാൾ പറഞ്ഞത് സ്വന്തം വണ്ടി കയറും, പക്ഷേങ്കില് ലോക്കൽസ് വരുമ്പോ സൈഡൊക്കെ കൊടുക്കണം. അല്ലെങ്കിൽ നമുക്കറിയാലോ ഈഗോ പ്രശ്നം ഉണ്ടാവും. ഇപ്പൊ നമ്മളെ നാട്ടിലാണെങ്കിലും ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്കാരായാലും, അല്ലെങ്കിൽ ഇപ്പം നമ്മള് പ്രൈവറ്റ് വണ്ടി ആണെങ്കിലും ഒരുത്തം വന്നു കഴിഞ്ഞാൽ ആരുടെ നമ്മളെ നാട്ടിലാണെന്ന് ചോദിക്കൂലേ. ലോക്കൽസ് വരുമ്പോ ഒന്ന് ഒതുങ്ങി കൊടുത്താൽ മതി. തയ്യാറാണ് ഒതുങ്ങി കൊടുക്കാൻ. ഞങ്ങൾക്ക് ഒരു തിരക്കുമില്ല. അപ്പം വീട്ടിലെത്തട്ടെ, തുടങ്ങട്ടെ. ഓടി തുടങ്ങുമ്പോ അവര് വന്നു തോന്നുന്നു. ചെല്ലട്ടെ. ബൈ ബൈ. ഇവിടെ എൻട്രി വണ്ടീന്റെ ഫീ പോലെ ഒരു 50 റുപ്പീസ് അവർ ഇവിടെ നിന്ന് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ എൻട്രൻസിലൂടെ പെർ പേഴ്സൺ ഐ തിങ്ക് ഇറ്റ് ഈസ് 50 റുപ്പീസ്. അപ്പം ഇതുകൊണ്ട് ആൾക്കാരൊക്കെ നടന്നു കയറി പോകുന്നുണ്ട്.
അതിന് 3 കിലോമീറ്ററല്ലേ ഉള്ളൂ. 3 കിലോമീറ്റർ ഉള്ളതുകൊണ്ട് ആൾക്കാർ നടന്നു കയറി പോകുന്നുണ്ട്. നമ്മൾ ഇനി അടുത്ത് ഇതായിരിക്കും ട്രക്കിങ്. സോ we are going. Sorry for the jerks. ഇത് നൈസ് ഓഫ് റോഡ്, നല്ല ഓഫ് റോഡാണ്. അതെ, ഫസ്റ്റ് ഓഫ് റോഡ്. അതെ, പ്യുവർ ഓഫ് റോഡ്. നല്ല രസം. I am so excited and I am so happy. എനിക്ക് എത്ര ഹാപ്പി ഉണ്ടെങ്കിൽ ആശുവിന് എന്തോരാണ് എനിക്ക് ഹാപ്പി അറിയാൻ പറ്റും. ഫുൾ കോൺസെൻട്രേറ്റഡ് ആണ് വണ്ടി ഓടിക്കുന്നത്. നല്ല രസമുണ്ട് ഗൈസ്. അതെ, നേരത്തെ വ്യൂ അതിമനോഹരമായിട്ട് തോന്നുന്നു. നല്ല മൊട്ട കുന്നുകൾ കാണുന്നുണ്ട്. ബഹുമാനം കൂടുതലായത് അപ്പൊ മേലത്തെ വേറൊരൊറ്റ വണ്ടിയില്ല, ബാക്കിയെല്ലാം ടാക്സി മഹീന്ദ്രന്റെ ജീപ്പുകളാണ്. ആകെ നമ്മൾ ഈ ഒരു വണ്ടി മാത്രമേ പ്രൈവറ്റ് വണ്ടി ഉള്ളൂ. മേലെ ചെന്ന് കുറച്ച് കഴിയുമ്പോ ആൾക്കാർ വരുമായിരിക്കും പ്രൈവറ്റ് വണ്ടികളൊക്കെ എടുത്തിട്ട്. വീഡിയോ ഒക്കെ നോക്കിയപ്പോ ഫോർച്യൂണറൊക്കെ കയറുന്ന കണ്ടായിരുന്നു. അതെ, അവസ്ഥ നോക്കാം. മേലത്തെ വ്യൂ കാണിക്കാം നിങ്ങളെ. ഗൈസ്, പാർക്കിംഗ് സ്ഥലം എത്തിയിട്ടുണ്ട്. ജീപ്പൊക്കെ പാർക്ക് ചെയ്തിരുന്ന നമുക്ക് മുന്നോട്ട് കയറ്റിക്കൊണ്ടോ. ഇവിടെ ആരും പാർക്ക് ചെയ്തൊന്നും കാണിക്കുന്നു. ആശു എന്നെ കൂട്ടാണ്ട് ഓടുന്ന. ആശു 10-30 വണ്ടി വന്നിട്ടുണ്ട്. എല്ലാരും സൺറൈസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്പായ്ച്ചിലാണ്. See this man running without me. പശുമ്പ ഉണ്ട് ആശു, പശുമ്പ ഉണ്ട്. പശുമ്പ ഉണ്ടല്ലോ, കുത്തണ പശുമ്പ. Way to view point. ഗൈസ്, അവിടെ ഒരു ഗേറ്റ് കണ്ടോ? അവിടെ നിന്നാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. നമ്മൾ എത്ര മീറ്റർ നടന്നു കയറി ആശു? നമ്മൾ എത്ര മീറ്റർ നടന്നു കയറി? തണുപ്പും കൂടെ ആയതുകൊണ്ട് എന്റെ ഗ്ലൗസ് ഞാൻ എടുത്തില്ല. കൈയെല്ലാം കമ്മരിച്ച് ആശുവിന്റെ പോക്കറ്റെ ശർമ്മ. രൺബീർ കപൂർ പറഞ്ഞ പോലെ സത്യം. ബോഡിയൊക്കെ ശരിയാക്കാനുണ്ടെന്ന് നല്ലോണം മനസ്സിലായി. നമ്മൾ എത്ര നാളായി ആശു ജിമ്മിൽ പോയിട്ട്? നമ്മളൊരു 3 weeks കൂടുതലായി. 3 weeks കൂടുതലായി ജിമ്മിൽ പോയിട്ട്. അതിന്റെ എല്ലാം കാണാനും ഉണ്ട്. പക്ഷെ ബോഡി സെറ്റ് ചെയ്തോ. Go for like this. എനിക്കിനി കൂടുതൽ ട്രക്കിംഗ് ഒക്കെ പോകണം. ഇത് ശരിക്കും ഞങ്ങളെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ട്. കുറച്ചുകൂടി നല്ല കാറ്റ്. മേലെ എത്തിയിട്ട് കാണിക്കട്ടെ. കൈ കാണിച്ചു.
ഇപ്പൊ സമയം 6:30 ആകാൻ പോകുന്നു. വ്യൂ ഇനി വരുമ്പോ ഞാൻ മാസ്കും കൂടി എടുത്തിട്ട് ഫേസ് എല്ലാം കവർ ചെയ്യുന്ന പോലെ. സൺറൈസ് ആവാൻ പോകുന്നേ ഉള്ളൂ. 6:45 ആണ് സൺറൈസ് പറഞ്ഞേക്കുന്നത്. സൺറൈസ് ആയിട്ടില്ലെങ്കിൽ വ്യൂ ഈസ് സോ നൈസ്. ആശ നിന്റെ മൈക്രോ പോലെ ഉണ്ട്. നിന്റെ മൈക്രോ പോലെ. ആശുരി ഇടുക്കി കോളേജില് ഒരു വ്യൂ പോയിന്റ് ഉണ്ടായി കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ കണ്ട. മൈക്രോ അതിന്റെ ലാർജ് വേർഷൻ, അത് മിനി വേർഷൻ ആൻഡ് ഇത് ലാർജ് വേർഷൻ. വേറെ ഇരിക്കുന്നു. സൺറൈസ് ആയി. സോ ബ്യൂട്ടിഫുൾ. ഇവിടെ ചെറിയൊരു ടവറല്ല, ചെറിയൊരു മിനി ടവറുണ്ട്. മേലെ കയറിയിട്ടുള്ള നോക്കണം. എന്റെ കൂട്ടാണ്ട് കയറി പോവാന്ന്. ഇവിടെ സ്റ്റെപ്പ് നോക്കണേ. ട്രിപ്പിലാണ് ആ പറഞ്ഞല്ലേ സ്റ്റെപ്പ് പൊട്ടിന്ന്. സ്റ്റെപ്പ് പൊട്ടി തലയും കുത്തി കടന്നാലേ ഇപ്പൊ. ഇപ്പം വീണ് പണ്ട കളഞ്ഞല്ലേ. ഞാൻ I gave him warning. It's not. Ashu, son is kissing me. Will you kiss me? We are so happy and so lucky to be here. Yeah. This beautiful morning with approximately like a 12 degree of 30 degrees. It's cold. Okay, we will search it. I will say the correct temperature. അപ്പം ഇതാണ് മണ്ടൽപേട്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. എല്ലാവരും വരുന്നുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്. കൂർഗ് വരുന്ന ആൾക്കാർ ഈ പ്ലേസ്, രാവിലത്തെ ഈ പ്ലേസ് മിസ്സാക്കാണ്ടിരിക്കുക. ഒന്നെങ്കിൽ സൺറൈസ് അല്ലെങ്കിൽ സൺസെറ്റ്. രണ്ടും കാണുന്നത് ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് ഇവിടെ എന്തായാലും വരാം. അല്ല, ഒരിക്കലും ഇഷ്ടമായിരിക്കില്ല. ഇപ്പോ 16 ഡിഗ്രിയാണ്. ഞങ്ങൾ വരുമ്പോൾ 17 ഡിഗ്രി സെൽഷ്യസ്. സമയം പറ. സമയം നല്ല രസമുള്ള വ്യൂ. ആശു, ഇവനെന്താ കാണിക്കുന്നത്? ഇവന് വട്ടാണ് ഗൈസ്. ആൾക്കാർ ഇതെന്താ ഇപ്പൊ കാണിച്ചത്? അത് ആൾക്കാർ കയറി വരുന്നിടത്ത്. ചൂടാണ്. ഞങ്ങളൊന്ന് ആസ്വദിക്കട്ടെ. ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂ. ഫുൾ മല, ഇവിടെ മല. ഇത് ഈസ്റ്റ്,
അതെ, ഇത് ഈസ്റ്റ്, ഇത് ഈ സൈഡാണ്. നോക്കട്ടെ, ഇവിടെ ആയിരിക്കും അപ്പം സൺസെറ്റ് വരിക. ജസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ട് അവിടുത്തെ വ്യൂ എന്നൊക്കെ. താഴെ ഉണ്ട്, അവിടെ സൺസെറ്റ് കാണാനായിരിക്കും. ഇവിടെ സൺസെറ്റ് അവിടെ ആയിരിക്കില്ലേ? ഓക്കെ, സൺസെറ്റ് വ്യൂ ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. എനിക്കൊന്ന് പൈതൽമലയും ഇതൊക്കെ, പൈതൽമലയിൽ പക്ഷെ ട്രക്ക് ചെയ്ത് നമുക്ക് വന്ന് ചെയ്യുന്നല്ലേ അതിലും കൂടുതൽ. ഞാൻ പറയാലോ, എന്റെ ഫസ്റ്റ് ഓഫ് റൈഡിങ് ആയിരുന്നു. ജീപ്പ് ഡ്രൈവേഴ്സ് പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്ന. എന്റെ സെൽഫ് അപ്രീസിയേഷൻ അല്ല, ഒരു സ്ഥലത്ത് പോലും സ്റ്റക്ക് ആയില്ല. പുറകിലും മുന്നിലും നമ്മളെ ടാക്സി ആൾക്കാരുണ്ടായി. അതെ, ഒരു പ്രാവശ്യം കൂടെ ഒരു ഹോൺ അടിച്ചു. ശരിയാണ്, കട്ടക്കായിരുന്നു പോയെ. കൊള്ളാം. എനിക്ക് തോന്നുന്നേ പൈതൽമല ഇങ്ങനെയാണെന്നാണ് എൻ്റെ തോന്നുന്നത്. പക്ഷെ ഞാൻ ഇതുവരെ അവിടെ നാട്ടിലുണ്ടായിട്ട് വരെ നാട്ടിലുള്ള സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. ഇനി അവിടെ ആയിരിക്കും അടുത്ത ട്രിപ്പ് പോകുന്നത്. ഇനിയുള്ള സൺസെറ്റ്സ് ആൻഡ് സൺറൈസസ് ഹണ്ട് ചെയ്യാൻ ഞങ്ങൾ പോവാണ്. ഇവിടെ വന്ന് കുറച്ച് റൊമാൻസും കൂടി കളിച്ചപ്പോ സൂപ്പർ. വിണ്ടില്ലടാ, നമ്മുടെ അടുത്ത് അടിച്ചിട്ട് ഡൈവേർട്ട് ആയതാ. ഇപ്പൊ ഫോൺ താഴെ കിടന്നാണ്, കറക്റ്റ് സ്ഥലത്തെത്തി ക്യാച്ച് ചെയ്തു. എന്താന്ന് വെച്ചാല് വിണ്ട് മാറി വന്നാന്ന് തോന്നുന്നു. അതെ, ഇവിടുന്ന് പയ്യെ ഇനി പോവാം. ഇപ്പൊ എക്സൈറ്റ്മെന്റ് ഇതെല്ലാം തണുത്തപ്പോ ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അടുത്തെല്ലാം ഞം 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 ഞം. ബൈ. കുറച്ച് നേരത്തെ ക്യാമറമാൻ ആശു. ക്യാമറമാൻ ആശുവിനൊപ്പം. This is Both and that is Kala and Pashumba. ഇത് മണ്ടൽപേട്ട് വ്യൂ പോയിന്റ് എൻട്രൻസിലുള്ള ബോർഡുകളാണ്. ഇത് വെൽക്കം ടു പുഷ്പഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇവിടെ നീലക്കുറിഞ്ഞി പൂക്കളുണ്ടെന്ന് തോന്നുന്നു, ബോർഡൊക്കെ എഴുതിയിട്ടുണ്ട്. 7 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന ബ്രൈറ്റ് പർപ്പിൾ ഇൻ കളർ, അത് എഴുതിയിട്ടുണ്ട്. ദിസ് ഈസ് ദ എൻട്രൻസ്. രാവിലെ വന്നുകൊണ്ട് എൻട്രൻസ് കാണിച്ചാൻ പറ്റിയില്ലല്ലോ, സോ ജസ്റ്റ് ഷോയിങ് യു ദ എൻട്രൻസ്. ഇവിടെ വരെയാണ് ജീപ്പ് സഫാരി വരിക, പിന്നെ മേലേക്ക് നടന്നു പോവുക. ഓക്കെ, ഇവിടെ ഇപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് മിക്ക വണ്ടികളൊക്കെ പോയി. രാവിലെ വന്നപ്പോൾ ഇഷ്ടംപോലെ വണ്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ഒരു 5, 6, 7 ജീപ്പും മാത്രം. കിട്ടി ഗൈസ്, കിട്ടി. കുറച്ചൊരു ഓഫ്-റോഡ് എടുക്കാൻ. മതി, നല്ല കുലുക്കുണ്ടായിരുന്ന സ്ഥലത്തൊന്നും അവൻ എടുക്കണ്ട കേട്ടോ.